പിന്നീട് ഇപ്പൊ നോക്കുവാണെങ്കിൽ തന്നെ ഇതൊരു ഡൗണിലേക്കാണ് ഇപ്പൊ പോണത് മാർക്കറ്റ്. നമ്മുടെ ഈ സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ മേളിലത്തെ സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്ത് നിലത്തേക്ക് വരും, താഴേലേക്ക് തന്നെ ഇറങ്ങും. ഇനിയിപ്പോൾ ഡേ ചാർട്ടിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ കാണാം, ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് ഡേ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് നേരെ, അത് കഴിഞ്ഞിട്ടൊരു സപ്പോർട്ട് എടുക്കുക അടിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് തിരിച്ചു കയറി ഒരു റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ഡൗണിലേക്കാണ്. നമുക്ക് ഡേ ചാർട്ട് ബേസ് നോക്കുമ്പോൾ ഒരു ഡൗണിലേക്കാണ് ഇപ്പോൾ മാർക്കറ്റ്. ഞാനിപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം, കുറച്ചും കൂടി മനസ്സിലാവും. ഇപ്പം കണ്ടില്ലേ, ഒരു അപ്പ് സൈഡ്, ഒരു ഡൗൺ സൈഡ്, ഒരു അപ്പ് സൈഡ്, ഒരു ഡൗണിലേക്ക് ആ ലിക്വിഡിറ്റി എടുത്ത് പിന്നെ ഒരു അപ്പ് സൈഡ് മൂവ്മെന്റ് വന്നിട്ട് വീണ്ടും എന്താ മാർക്കറ്റ് ഡൗണിലേക്ക് നിൽക്കുവാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് നേരെ ഈ സപ്പോർട്ട് ലൈനിൽ ടച്ച് ചെയ്ത് ചെറിയൊരു മൂവ്മെന്റ് മേളിലേക്ക് വന്നിട്ട് താഴേക്ക് തന്നെ ഇറങ്ങാനാണ് സാധ്യത കൂടുതൽ. ഏകദേശം ഇതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെന്നാണെങ്കിൽ ഇതിന് താഴെ വരെ ടച്ച് ചെയ്തിട്ട് വീണ്ടും മേളിലേക്ക് ഒരു മൂവ്മെൻറ്റും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇറങ്ങാനാണെങ്കിൽ ആ ഒരു സപ്പോർട്ട് ലൈൻ വരെ ഇറങ്ങും. കഴിഞ്ഞിട്ടും മാർക്കറ്റ് ഇറങ്ങുവാണെങ്കിൽ അതിന്റെ താഴത്തെ സപ്പോർട്ട് ലൈൻ വരെ ഇറങ്ങും. അപ്പോൾ ഗൈസ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയാം. അപ്പൊ ഓക്കെ ഗൈസ്, ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ഇതിന്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അപ്പോൾ അത് കയറി കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോയിൽ കാണാം.